അനുഗ്രഹീതമായ നല്ല സന്ധ്യയ്ക്കായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസ്, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ബഹുമാനരായ ദൈവമക്കൾ, കർത്തദാസന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കുന്നു. ഈ പ്രാർത്ഥന ആരംഭിച്ചിട്ട് 200ാമത്തെ ദിവസമാണെന്ന് കർത്താവിന്റെ ദാസന് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറയുവാനിടയായി. ഇന്നത്തെ ഈ യോഗത്തിൽ ദൈവജനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ലോക സമൂഹത്തിന്റെ മധ്യത്തിൽ ഇപ്രകാരമുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാനും വചനം ശ്രദ്ധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കറിയാം, നാം ആരും പ്രതീക്ഷിക്കാത്ത ഒരവസ്ഥയിലൂടെ ഈ ലോകം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ലോക സമൂഹം മുഴുവൻ വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ആരാധനാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു. സ്കൂളുകൾ, കോളേജുകളൊന്നും യഥാവിധി പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെയധികം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. നാം ആഗ്രഹിച്ചതുപോലെയുള്ള സംവിധാനങ്ങളൊന്നും നടക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളാകുന്ന നമ്മെ സംബന്ധിച്ച് ഒരു പരിധിവരെ ഇതൊക്കെ നമ്മെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക് നല്ല ബോധ്യമുണ്ട്: ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അന്ത്യം വരെയും വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിൽക്കണമെന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്നതുകൊണ്ട് ഇതൊന്നും ഒരു വിധത്തിൽ നമ്മെ ഭാരപ്പെടുത്തുകയോ ഒരിക്കൽ പോലും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോകുവാൻ ഇടവരുത്തുകയോ ചെയ്യരുത്. ഇന്ന് സന്ധ്യയിൽ വളരെ ലളിതമായ ഒരു വേദഭാഗം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചുള്ളത് തിമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം, അതിന്റെ 4-ാം അധ്യായം 10-ാം വാക്യമാണ് ഞാൻ വായിക്കുവാൻ പോകുന്നത്. സത്യത്തിൽ 4-ാമത്തെ അധ്യായത്തിലെ 3-4 ചിന്തകൾ ദൈവമക്കളുമായി പങ്കുവെക്കണമെന്നുള്ളതാണ് എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും അല്പസമയം കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയി. ഞാനതിന്റെ ഒരു വാക്യം കൂടെ വായിക്കുന്നു. 4-ാം അധ്യായം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം മുതൽ വായിക്കുന്നു. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ധന്യനായ പൗലോസ്ലീഹയുടെ മനോഹരമായ ഒരു ലേഖനമാണ് തിമോഥെയോസിന് എഴുതിയ ഈ 2-ാമത്തെ ലേഖനം. കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുന്ന കർത്താവിന്റെ ദാസനായ പൗലോസ് ക്രിസ്തുവിൽ തന്റെ നിജപുത്രനായ തിമോഥെയോസിന് എഴുതുന്ന മനോഹരമായ ചില വാക്കുകൾ. ചെറുപ്പക്കാരനായ തിമോഥെയോസിനെ സംബന്ധിച്ച് ശുശ്രൂഷയുടെ മുമ്പിൽ ഭയവും ഒരുപാട് ആകാംക്ഷയും ചോദ്യങ്ങളുമൊക്കെ ഉള്ള ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് പിതൃതുല്യം സ്നേഹിക്കുന്ന പൗലോസ് കാരാഗ്രഹത്തിൽ മരണത്തെ കാത്ത് കിടക്കുന്നു. കൂടെയുള്ള പല ആളുകളുമൊക്കെ വിട്ടുപോയ ഒരു സാഹചര്യം. ഒരുമിച്ച് പ്രവർത്തിച്ച പല ആളുകളെയും ഇപ്പോൾ കാണുവാൻ കഴിയാത്ത നിലയിലേക്ക് അവിടുത്തെ സമൂഹത്തിന്റെ സ്ഥിതികളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ദൈവഭക്തനായ തിമോഥെയോസിനെ സംബന്ധിച്ചും ഒരുപാട് പ്രയാസം, ഒരുപാട് ആകാംക്ഷകൾ തന്റെ ഹൃദയത്തിലുണ്ട്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന തിമോഥെയോസ് പൗലോസിനെ ധൈര്യപ്പെടുത്തുവാൻ എഴുതുന്ന ഒരു വേദഭാഗമാണ് ഈ തിമോഥെയോസിന്റെ ലേഖനം. നമുക്കറിയാം, ഇത്രയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഒടുവിൽ ധീരതയോടെ പറയുന്ന ചില വാക്കുകളാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ചോദിക്കുവാനുള്ളത്, ഞാൻ വിശ്വാസം കാത്തു എന്ന് പൗലോസ് പറയുന്ന ഈ ഒരു പദത്തിന്റെ അർത്ഥം എന്താ? കൂടെ നമ്മളെല്ലാവരും പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്നത്, ഞാൻ
നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്നുള്ളത്. എന്നാൽ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ഏത് സന്ദർഭത്തിലാണ് ഈ വിശ്വാസം കാക്കപ്പെടുവാനിടയായത്? ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ നാം എല്ലാവരും കടന്നു പോകുന്നു. ദൈവത്തിന്റെ സഭ പോലും ഒരുമിച്ച് കൂടുവാൻ കഴിയാത്ത വിധത്തിൽ പരിമിതപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. വിശ്വാസം കാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. വിശ്വാസം കാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചോദ്യമായി മാറിയിരിക്കുന്ന സന്ദർഭമാണ്. ഇവിടെയാണ് പൗലോസിന്റെ ഈ വാക്കുകൾക്ക് പ്രസക്തിയുള്ളത്. ഈ അധ്യായത്തിലെ 4-5 സന്ദർഭങ്ങൾ, എനിക്ക് 10 മിനിറ്റ് കൂടിയുള്ളൂ, 4-5 സന്ദർഭങ്ങൾ വിശദീകരിക്കാതെ ദൈവമക്കളെ ഒന്ന് ഓർപ്പിക്കുവാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസിന്റെ ഈ വാക്കുകളുടെ പ്രസക്തി ഒന്നാമത്തത് 10-ാം വാക്യം വായിക്കുമ്പോഴാണ്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസലോനിക്കയ്ക്ക് പോയി. ദേമാസിനെ കുറിച്ചുള്ള സവിസ്തരമായ ചരിത്ര ഭാഗങ്ങളൊന്നും വിശദീകരിക്കപ്പെടുവാൻ എനിക്ക് സമയമില്ല. ഏതാണ്ട് 3 പ്രാവശ്യം മാത്രമേ വേദപുസ്തകത്തിൽ പൗലോസ് തിമത്തിയോസിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതായി നാം കാണുന്നുള്ളൂ. തെസലോനിക്കയിലേക്ക് പോയി എന്ന് പറയുന്നത് കൊണ്ട് തെസലോനിക്കക്കാരനാണ് ദേമാസ് എന്ന് ന്യായമായും നമുക്ക് ചിന്തിക്കാം. പൗലോസിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ തന്റെ കൂടെ പോയവനാണ് ദേമാസ്. കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ താൻ എഴുതുന്ന ലേഖനങ്ങളിൽ ദേമാസ് എന്നോട് കൂടെ ഉണ്ട്, നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്നൊക്കെ പൗലോസ് പറഞ്ഞിട്ടുള്ള പല വേദഭാഗങ്ങൾ കൊലോസ്യ ലേഖനത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ കൂടെ നിന്ന വ്യക്തിയാണ് ദേമാസ്. എന്തുകൊണ്ടോ കാലങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയുടെ മഹത്വവും തേജസ്സും അപ്പോൾ തന്നെ തന്റെ ഉപദ്രവവും കഷ്ടതയും ഒക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചിട്ടുള്ള വ്യക്തിയാണ് ദേമാസ്. ഒരുപക്ഷെ ചെറുപ്പക്കാരനായിരിക്കണം. പൗലോസിന്റെ കൂടെ പോകുമ്പോൾ നല്ല ആരോഗ്യവും യൗവനയുക്തനുമായ ദേമാസിനെ സംബന്ധിച്ച് പൗലോസിന് സംഭവിച്ചിട്ടുള്ള ഈ അപകടങ്ങൾ ഒരുപാട് ചോദ്യങ്ങളിലേക്ക് തന്നെ നയിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. എന്തിന് ഇത്തരത്തിലുള്ള കഷ്ടങ്ങളൊക്കെ ഞാൻ അനുഭവിക്കണം? യേശുവിന്റെ പിന്നാലെ പൗലോസ് പോകുന്നത് പോലെ പോയാൽ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടതകളുടെ ഭീകരത മനസ്സിലാക്കുന്ന ദേമാസ് ഇടയ്ക്ക് വെച്ച് ചിന്തിച്ചു, വിട്ടുപോയാൽ എന്റെ പട്ടണത്തിലേക്ക് തിരിച്ചു ചെന്നാൽ ശ്രേഷ്ഠമായും മാന്യമായും എനിക്ക് ജീവിക്കുവാൻ കഴിയുമല്ലോ, പിന്നെന്തിന് ഈ പൗലോസിന്റെ കൂടെ യാത്ര ചെയ്ത് കർത്താവിന്റെ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് ഈ കഷ്ടത മുഴുവൻ ഞാൻ അനുഭവിക്കണം? അങ്ങനെ ഇടക്കാലഘട്ടത്തിൽ ദേമാസ് പൗലോസിനെ വിട്ട് തെസലോനിക്കയ്ക്ക് പോവുകയാണ്. പക്ഷെ പൗലോസ് പറയുന്ന ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. കൂടെ നിന്ന് ശുശ്രൂഷിച്ച ദേമാസ് എന്നെ വിട്ടുപോയി. തനിക്ക് ഏറ്റവും അനിവാര്യമായ ആവശ്യമായ സന്ദർഭത്തിൽ ദേമാസ് എന്നെ വിട്ടുപോയി. എന്നാൽ എനിക്ക് പറയാനുള്ള സാക്ഷ്യം, എന്റെ പ്രഖ്യാപനം ഇന്നതാണ് എന്ന് ദേമാസിനോട് പറയുന്നു. ദേമാസ് എന്നെ വിട്ടുപോയെങ്കിലും ഞാൻ എന്റെ കർത്താവിനെ വിട്ടില്ല, ഞാൻ എന്റെ വിശ്വാസം കാത്തു. എത്ര മനോഹരമായ ഒരു വാക്യമാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പൗലോസ് ഇവിടെ നടത്തുന്നത്. എല്ലാവരും എന്നെ വിട്ടുപോയി, ദേമാസ് എന്നെ വിട്ടുപോയി, എന്റെ കൂടെയുള്ള ആളുകൾ എല്ലാവരും എന്നെ വിട്ടുപോയി. പക്ഷെ ഞാൻ എന്റെ വിശ്വാസം വിട്ടില്ല, ഞാനത് കാത്തു. ഇന്ന് രാത്രി എന്റെ ചോദ്യം, കൂടെ ആരാധിക്കുന്ന പലരുടെയും മുഖങ്ങൾ കണ്ടിട്ട് എത്ര നാളുകളായി? നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മെ എൻകറേജ് ചെയ്യുന്ന, നമ്മെ സ്നേഹിക്കുന്ന ദൈവമക്കളോട് ഒരുമിച്ച് ആത്മിക കൂട്ടായ്മകൾ ആചരിച്ചിട്ട് എത്ര കാലമായി? പല ആളുകളെയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള ഭയവും ഭാരവും നമ്മുടെയൊക്കെ ഹൃദയത്തിലുണ്ട്. പക്ഷേ ഈ ഒരു വല്ലാത്ത സമയത്തും സാഹചര്യത്തിലും എന്റെ വിശ്വാസം കാത്തു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീക ജീവിതം കൊണ്ട് അനുഗ്രഹമുണ്ടാകുന്നുള്ളൂ, പ്രയോജനമുണ്ടാകുന്നുള്ളൂ എന്ന് നമ്മൾ അറിയണം. ഞാൻ എന്റെ വിശ്വാസം കാത്തു. എത്ര മനോഹരമായ വാക്കുകളാണ് പൗലോസ് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. എന്റെ വിശ്വാസം കാത്തു. കൂടെ നിന്നവര് വിട്ടുപോയിട്ടും
ഞാൻ എൻ്റെ വിശ്വാസം കാത്തു. ഒന്നാമത്തെ ചിന്ത അതാ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത നമ്മൾ വായിക്കുന്നത് 14-ാം വാക്യത്തിലാണ്. 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. എന്താണ് പൗലോസ് പറയുന്ന ആ ഒരു വാചകത്തിന്റെ അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ പൗലോസിനെ സംബന്ധിച്ച് തന്റെ ശുശ്രൂഷയിൽ ഒരു കാലത്ത് സഹായിയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടാളിയുമായി നിന്നവനായിരിക്കണം ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ. വിശദീകരണങ്ങളൊന്നും ചരിത്രത്തിൽ നിന്ന് ലഭ്യമാകാത്തത് കൊണ്ട് അലക്സാണ്ടറിന്റെ സാഹചര്യമോ ഏതർത്ഥത്തിലുള്ള ഉപദ്രവമോ അലക്സാണ്ടർ പൗലോസിനെതിരെ ചെയ്തു എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല. എന്നാൽ തിമോത്തിയോസിനോട് പറയുന്ന ആ വാചകത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നമുക്ക് ഊഹിക്കുവാൻ കഴിയുന്നുണ്ട്. വളരെ ദോഷം ചെയ്തു അലക്സാണ്ടർ, എനിക്ക് വളരെ ദോഷം ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉപദ്രവങ്ങൾ അലക്സാണ്ടർ എനിക്കെതിരെ ചെയ്തു എന്നതുകൊണ്ട് തിമോത്തിയോസിന് കൊടുക്കുന്ന മുന്നറിയിപ്പാണ്, നീയും സൂക്ഷിക്കണം. അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, അവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. പക്ഷെ നീ സൂക്ഷിച്ചുകൊള്ളുക. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നതുകൊണ്ട്. എങ്ങനെയൊക്കെയാണ് പ്രസംഗം എതിർത്തതെന്നോ എന്തൊക്കെയാണ് അലക്സാണ്ടർ ഉപദ്രവമായി ചെയ്തതെന്നോ ഒന്നും നമുക്ക് വ്യക്തമായ ധാരണയില്ല. പക്ഷെ ഒരു കാര്യം ശരിയാ, ഉപദ്രവിച്ചിട്ടുണ്ട്, ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. സുവിശേഷത്തിന്റെ വ്യാപനത്തിന് തടസ്സം നിന്നിട്ടുണ്ട്, പ്രസംഗത്തെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൗലോസ് പറയുന്നു, തിമോത്തിയോസേ നീ സൂക്ഷിച്ചു കൊള്ളണം. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നിനക്കും നിന്റെ മുൻപിൽ വരുവാൻ സാധ്യതയുണ്ട്. പക്ഷെ എപ്പോഴും ഓർക്കണം, എനിക്കെതിരെ അലക്സാണ്ടർ ദോഷം ചെയ്തെങ്കിലും എന്റെ വിശ്വാസം ഞാൻ വിട്ടില്ല, എന്റെ വിശ്വാസം ഞാൻ കാത്തു. ഇന്ന് രാത്രി ദൈവമക്കൾ ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ വളരെ ലളിതമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ പിന്നാലെ പോകുമ്പോൾ ഏൽക്കുന്ന ഉപദ്രവങ്ങൾ, നിഷ്കളങ്കതയോടെ നടക്കുവാൻ താല്പര്യപ്പെട്ടിട്ട് കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടി ജീവിക്കുകയും ചെയ്തിട്ട് ഒടുവിൽ അനുഭവിക്കേണ്ടി വരുന്ന വലിയ സംഘർഷങ്ങൾ, സ്നേഹിതരും ചർച്ചക്കാരും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഒരു വേള മാറി നിന്ന് നമ്മെ ഉപദ്രവിക്കുന്ന, അപമാനിക്കുന്ന പല ജീവിതത്തിന്റെ സന്ദർഭങ്ങൾ. ചോദ്യം ഇതാണ്, പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് പറയുവാൻ സാധിക്കുമോ ഞാൻ എന്റെ വിശ്വാസം കാത്തു എന്ന്? തിമോത്തിയോസിനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരുപാട് ഉപദ്രവം ചെയ്തെങ്കിലും, എന്റെ പ്രസംഗത്തെ, നമ്മുടെ പ്രസംഗത്തോട് എതിർത്ത് നിന്നെങ്കിലും എനിക്കതൊന്നും വലിയ കാര്യമല്ല. പ്രസംഗം തീർത്തോ തീർത്തില്ല ഇതൊന്നും എനിക്ക് വിഷയമല്ലായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ ഭീകരത അതൊക്കെ വലുതായിരുന്നെങ്കിലും അതൊന്നും എന്നെ ഒരിക്കലും ബാധിച്ചില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ദൈവസന്നിധി ഞാൻ ചെയ്ത സമർപ്പണം ഇന്നുവരെ എനിക്ക് പൂർത്തീകരിക്കുവാൻ, തുടരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഞാൻ എന്റെ വിശ്വാസം കാത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഈ അതിശ്രേഷ്ഠമായ വിശ്വാസത്തെ ഉപദ്രവത്തിന്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ കാക്കുവാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥമുള്ളതായി മാറൂ എന്ന കാര്യം നമ്മൾ മറക്കരുത്. ശ്രേഷ്ഠമായൊരു ജീവിതത്തെ നമുക്ക് ദാനം ചെയ്ത് ദൈവം നമ്മെ വിളിച്ച് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ ഓർക്കണം, അവസാനത്തെ ശ്വാസം വരെ ഈ വിശ്വാസം കാക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ പൗലോസ് പറയുന്ന രണ്ടാമത്തെ സാഹചര്യം അതാണ്. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് ദോഷം ചെയ്തു, പക്ഷെ ഞാൻ എന്റെ വിശ്വാസം കാത്തു. മൂന്നാമത്തെ പൗലോസിന്റെ പ്രസ്താവന ശ്രദ്ധിക്കുക. 16-ാം വാക്യം. എന്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിക്കുവാനും സകല ജാതികളും കേൾക്കുവാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. പൗലോസ് പറയുന്ന മൂന്നാമത്തെ സന്ദർഭം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ ഒന്നാമത്തെ പ്രതിവാദത്തിൽ എനിക്ക് ആരും തുണ നിന്നില്ല. സത്യം പറഞ്ഞാൽ പൗലോസ് പറയുന്നത് കോടതിയുടെ മുമ്പിൽ വിസ്തരിക്കപ്പെടുവാൻ
നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തെ കുറിച്ചായിരിക്കണം. വ്യക്തമായി അതിനെക്കുറിച്ച് നമുക്ക് ചരിത്രപരമായി പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഒന്നാം പ്രതിവാദമെന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത് റോമൻ വിസ്താര സഭയിൽ നിൽക്കുന്ന സാഹചര്യത്തെ കുറിച്ചായിരിക്കണമെന്ന് ചിന്തിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ ഈ വിസ്താര സഭയുടെ മുമ്പിൽ തന്റെ നീതിയെ, തന്റെ ന്യായത്തെ, നിർമ്മലതയെ പങ്കുവെക്കാനുള്ള ഈ അവസരം പൗലോസിന് ലഭിക്കുന്നില്ല. ഒരുപക്ഷെ സാധാരണ കോടതികൾ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാര്യം വിസ്തരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുവാൻ നിൽക്കുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട്, വക്കീൽമാരുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വക്കീലിനെ പോലും പൗലോസ് എന്ന ദൈവഭക്തന്റെ ശുശ്രൂഷയിൽ സഹായകരമായിട്ട് തനിക്ക് ലഭിച്ചില്ല എന്നതാണ് പൗലോസിന്റെ വാക്കുകൾ. ആരും എനിക്ക് തുടർന്നില്ല. വിസ്താര സഭയിൽ ഏകനായി തനിക്കെതിരെ കുറ്റാരോപണം നടത്തപ്പെടുമ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് വേറെ ഒരു വഴിയുമില്ലാതെ, ഒരു മാർഗവും ഇല്ലാതെ ശാന്തരായി നിൽക്കേണ്ട ഒരവസ്ഥയെക്കുറിച്ച് പൗലോസ് വിശദീകരിക്കുകയാണ്. ആരും എനിക്ക് തുടർന്നില്ല. തനിക്ക് വേണമെങ്കിൽ അന്നത്തെ ആ കാലത്ത് എത്രയോ ആളുകളിൽ നിന്ന് പണം പിരിച്ച് ഒരു നല്ല വക്കീലിനെ വിസ്താര സഭയിൽ കൊണ്ടുവന്നിട്ട് തനിക്ക് വേണ്ടി വാദിക്കുവാൻ, നിർത്തുവാനുള്ള എല്ലാ സാധ്യതയും തനിക്കുണ്ടായിരുന്നില്ലേ? ക്രിസ്തുവിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുമ്പോൾ പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ പോലും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ലഭിക്കുന്ന ഒരവസരത്തിലും എന്റെ വ്യക്തിപരമായ നന്മയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, വിസ്താര സഭയിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, എന്റെ കേസ് വാദിക്കാൻ ഒരാളെ എനിക്ക് ലഭിക്കുന്നില്ലെങ്കിലും ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി വലിയ ആളുകളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എന്റെ വിശ്വാസം കാത്തിട്ടുണ്ട്. എന്റെ ചോദ്യം ഇന്ന് രാത്രി ദൈവമക്കൾക്ക് അത് പറയുവാൻ കഴിയുമോ എന്നതാണ്. നിങ്ങളുടെ വിശ്വാസം കാക്കുന്നു, നിങ്ങൾ കാത്തിട്ടുണ്ട്, കാക്കുന്നു എന്ന് പറയാൻ ഇന്ന് രാത്രി കഴിയുമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷവും ഭാഗ്യവും വേറെയില്ല. വിശ്വാസം കാത്തു. ഏകനായി നിൽക്കേണ്ട സന്ദർഭങ്ങളിൽ, വിസ്താര സഭയുടെ മുമ്പിൽ ആരും സഹായത്തിനില്ലാതെ നിൽക്കേണ്ട സന്ദർഭങ്ങളിൽ, എല്ലാവരും കൈവിട്ടു പോകുന്ന വേളകളിൽ നമുക്ക് ധൈര്യസമേതം പറയുവാൻ കഴിയുമോ, ഞാൻ എന്റെ വിശ്വാസം കാത്തു? പൗലോസ് പറയുന്നു, എന്റെ വിശ്വാസം കാത്തു. നാലാമത്തെ വിശദീകരണത്തിലേക്ക് ഞാൻ വരട്ടെ. നാലാമത്തെ വിശദീകരണം, പൗലോസ് തന്റെ വിശ്വാസം കാത്തത് എപ്പോഴാണെന്ന ചോദ്യത്തിന് നാലാമത്തെ ചിന്ത 20-ാമത്തെ വാക്യത്തിലാണ്. എരസ്തോസ് കൊരിന്തിൽ താമസിച്ചു. ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായിട്ട് വിട്ടിട്ട് പോന്നു. പൗലോസ് പറയുന്ന ആ വാക്കുകളുടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യന് സഹായത്തിനുണ്ടായിരുന്നില്ല എന്ന് ഞാൻ ആദ്യമേ ഓർപ്പിച്ചിരുന്നല്ലോ. ഇവിടെ മിലേത്തിൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന പൗലോസിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഒരുപക്ഷേ ദൈവത്തിന്റെ പുത്രൻ അവിടെ രോഗിയായി കിടന്ന ഈ ത്രോഫിമോസിന് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷെ സൗഖ്യമായില്ല. കർത്താവിന്റെ ദാസനെ സംബന്ധിച്ച് എവിടെയൊക്കെ ചെന്നിട്ടും, ഏതൊക്കെ സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ടോ, എന്തെല്ലാം തരത്തിലുള്ള രോഗികൾ തന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ആ ദൈവത്തിന്റെ ഭൃത്യന്റെ പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ആളുകൾ സൗഖ്യമായിട്ടുണ്ട്. ആളുകൾ വിടുതൽ പ്രാപിക്കുന്നത് പൗലോസും കൂടെയുള്ളവരും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ദൈവത്തിന്റെ ദാസന്റെ പ്രാർത്ഥനയിൽ രോഗിയായി കിടന്ന ത്രോഫിമോസിന് സൗഖ്യം വന്നില്ല. ഒരുപക്ഷെ ആളുകളൊക്കെ പൗലോസിനെ നോക്കിയിട്ട് പ്രായാധിക്യമായില്ലേ, പൗലോസിനെ നോക്കി പറഞ്ഞു കാണും, കൃപ ചോർന്നുപോയി, ഇത്രയും കാലം ഓടി അധ്വാനിച്ചു, ഒക്കെ ശരിയാണ്, പക്ഷെ ആ പഴയ ചൂടും ചൂരുമൊന്നും ഇപ്പോഴില്ല, പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം വന്നില്ലല്ലോ. ത്രോഫിമോസ് എന്ന മനുഷ്യന്റെ അവസ്ഥ എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ രോഗിയായിട്ട് വിട്ടേച്ചു പോന്നു എന്ന് പറയുന്നത് സന്തോഷത്തോടെ പൗലോസ് പറയുന്ന ഒരു കാര്യമല്ല. സങ്കടമുണ്ട്. അവന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, അവന്റെ വിടുതലിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ എന്തുകൊണ്ടോ ആ മനുഷ്യന് സൗഖ്യമുണ്ടായില്ല എന്നത് പൗലോസിനെ ഒരുപാട് ഭാരപ്പെടുത്തി കാണും, ഒരുപാട് സങ്കടപ്പെടുത്തി കാണും. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ത്രോഫിമോസിനെ ഞാൻ മിലേത്ത് രോഗിയായി വിട്ടിട്ട് പോന്നു. കണ്ട ആളുകളൊക്കെ പൗലോസിനെ നോക്കി പറഞ്ഞു, പൗലോസിന്റെ ആത്മീക കൃപ
പൗലോസിന് മേലുണ്ടായിരുന്ന ദൈവശക്തി അതൊക്കെ കുറഞ്ഞു. ആളുകൾ ആ സമയമായപ്പോഴേക്കും, പൗലോസിന്റെ ഒടുവിലത്തെ നാളുകളൊക്കെ ആയപ്പോഴേക്കും ശക്തന്മാരായ ഒരുപാട് ആളുകൾ എഴുന്നേറ്റ് വന്നിരുന്നു. ഒരുപാട് കർത്തൃദാസന്മാർ, ശക്തമായി ശുശ്രൂഷിക്കുന്നവരൊക്കെ സമൂഹത്തിന്റെ പല ഭാഗത്തും അന്ന് കർത്താവിന്റെ സഭയിൽ എഴുന്നേറ്റ് വന്നിരുന്നു. പൗലോസിനെ പല ആളുകളും ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ തുടങ്ങി, കൃപ ചോർന്നുപോയി. എന്തൊരു സങ്കടമായിരിക്കും, എന്തൊരു അപമാനമായിരിക്കും പൗലോസിന് അനുഭവിക്കേണ്ടി വന്നത്. ആളുകൾ നോക്കി, ഈ വന്യവയോധികനായ ദൈവവൃത്യനെ നോക്കി കൃപ ചോർന്നുപോയി എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷെ ദൈവവൃത്യൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. പക്ഷേ ഞാൻ എന്റെ വിശ്വാസം കൈവിട്ടില്ല, എന്റെ വിശ്വാസം കാത്തു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം വന്നോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ കർത്താവിനെ പിൻപറ്റുന്നത്. എന്റെ പ്രാർത്ഥന കൊണ്ട് ആളുകൾക്ക് വിടുതൽ ഉണ്ടായോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത്. എന്റെ ഹൃദയത്തിന്റെ അകത്ത് എനിക്കൊരു ബോധ്യമുണ്ട്, ഉറപ്പുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് എന്റെ രക്ഷകനാണ്, എന്റെ വീണ്ടെടുപ്പുകാരനാണ്, എന്നെ സഹായിച്ചിട്ടുള്ള ദൈവമാണ്. ഈ കർത്താവിന്റെ പിന്നാലെ പോകുമ്പോൾ എനിക്ക് പേരുണ്ടാക്കണമെന്ന് ഒരു താല്പര്യമില്ല. പ്രാർത്ഥിച്ചിട്ട് ഒരുവന് സൗഖ്യം വന്നില്ലെങ്കിൽ ഉത്തരവാദി ഞാനല്ലല്ലോ, സൗഖ്യം കൊടുക്കുന്നത് ഞാനല്ല, എന്നിലൂടെ പ്രവർത്തിക്കുന്ന ദൈവശക്തിയാണ്. ഒരുവന് സൗഖ്യം കൊടുക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അതിനെക്കുറിച്ച് എന്തിന് ഞാൻ വിലപിക്കണം, എന്തിന് ഭാരപ്പെടണം, അതിന്റെ പേരിൽ എന്തിന് ഞാൻ വിശ്വാസത്തെ കൈവിടണം? പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, ഞാൻ എന്റെ വിശ്വാസം കാത്തു. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ആത്മീക ചിന്തകൾക്ക് ദൈവത്തിന്റെ വചനത്തിൽ പൗലോസ് ഇങ്ങനെയൊക്കെ തിമോഥെയോസിനെ ധൈര്യപ്പെടുത്തുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഒരുപാട് ബലമാണെന്ന് ദൈവമക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. ഇന്ന് രാത്രി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യക്തിപരമായി കർത്താവിനെ പിൻപറ്റുന്ന എല്ലാ ദൈവഭക്തന്മാരെയും സംബന്ധിച്ച് സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് ഭാരങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. പക്ഷെ എപ്പോഴും അറിയണം, അപമാനങ്ങൾ ഉണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എല്ലായ്പ്പോഴും ഓർക്കണം, വിശ്വാസം കാക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റെല്ലാം രണ്ടാമത്തതാണ്, ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. വിശ്വാസം കാക്കണം. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ അതിശയേട്ട വിശ്വാസം കാക്കണം. അതിനേക്കാൾ വലുതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. യേശുവിനെ പിൻപറ്റുന്നതിനേക്കാൾ, കർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലുതായിട്ട് എന്താണ് ഈ ലോകത്തിൽ പറയാനുള്ളത്? വിശ്വാസം കാക്കുക. പൗലോസ് പറയുന്നു, ഞാൻ എന്റെ വിശ്വാസം കാത്തു. ഒടുവിലത്തെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 4-ാം അധ്യായത്തിൽ തന്നെ 2 വാക്യങ്ങൾ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കണം. 21-ാം വാക്യം, ശീതകാലത്തിന് മുമ്പേ വരുവാൻ ശ്രമിക്കുക. എന്നിട്ട് 13-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോന്ന പുതപ്പും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. പൗലോസ് ഒടുവിൽ പറയുന്നത്, തിമോഥെയോസേ, ഒരു കാര്യം കൂടെ നീ ചെയ്യണം. ഞാൻ ഈ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ചെയ്യാനൊന്നുമില്ല, പക്ഷേ എനിക്ക് എഴുതാനും വായിക്കുവാനും താല്പര്യമുണ്ട്. അതുകൊണ്ട് എന്റെ ചർമ്മലിഖിതങ്ങൾ നീ വരുമ്പോൾ കൊണ്ടുവരണം. എന്റെ പഴയ പുതപ്പും കൊണ്ടുവരണം. പുതിയതൊന്നും മേടിക്കാനുള്ള പണം എന്റെ കയ്യിലില്ല, കാശില്ല എന്റെ കയ്യിൽ. കാര്യം ശരിയാണ്, ഇത്രയും കാലം കർത്താവിന് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തിട്ടും സ്വന്തമായിട്ട് ഞാനൊന്നും നേടിയിട്ടില്ല. ഈ ഭൂമിയിൽ സ്വന്തമായി ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല. കർത്താവിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, യേശുവിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് എനിക്ക് എന്റേതെന്ന് പറയാനൊന്നും എന്റെ പക്കലില്ല. പിന്നെ എന്റെ ആ പുസ്തകങ്ങൾ, ആ പഴയ പുതപ്പ് നീ വരുമ്പോ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നാൽ എനിക്ക് വായിക്കാൻ കഴിയും, എഴുതുവാൻ കഴിയും. നിങ്ങളൊരു കാര്യം ഓർക്കണം, മരണത്തെ കാത്തു കിടക്കുകയാണ്. അതിനു മുമ്പത്തെ വാക്യങ്ങളിൽ തന്നെ പൗലോസ് പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർക്കുന്നുള്ളൂ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. മരണം മുൻപിലുണ്ട്, അടുത്തത് മരണമാണ്. ഇനി സംഭവിക്കുവാൻ പോകുന്നത് മരണമാണെന്ന് നല്ല ബോധ്യമുള്ളപ്പോഴും ദൈവഭൃത്യൻ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ. ധൈര്യസമേതം പറയുന്നു, എന്റെ വിശ്വാസം കാത്തു. പണമില്ലെങ്കിലും, എന്റെ കയ്യിൽ പുതിയത് മേടിക്കാൻ കാശില്ലെങ്കിലും, ഞാൻ ഈ കാരാഗൃഹത്തിൽ കിടന്ന് തണുത്തു വിറച്ച് മറ്റൊന്നും ചെയ്യാൻ കഴിയാതെ ഞാൻ ഇങ്ങനെ ബന്ധനസ്ഥനായി കിടക്കുന്നുണ്ടെങ്കിലും, പൗലോസിന്റെ ഒടുവിലത്തെ വാക്കുകൾ, ഞാൻ എന്റെ വിശ്വാസം കാത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് യേശുവിനെ സ്നേഹിക്കേണ്ടത്? എന്തിനു വേണ്ടിയാണ് നാം കർത്താവിനെ പിൻപറ്റുന്നത്? ഈ ഭൂമിയിൽ എന്തൊക്കെ നേടുന്നതിനേക്കാൾ കർത്താവിന് വേണ്ടി അനുഭവിക്കുന്ന ത്യാഗങ്ങളുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടല്ലേ പൗലോസ് വാക്കുകൾ പറയുന്നത്? എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലുതൊന്നും
എനിക്കില്ല. ഞാൻ എന്റെ വിശ്വാസം കാത്തു. ഇന്ന് പകൽ ഈ സന്ധ്യയിൽ ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിനെ പിൻപറ്റുവാൻ ദൈവം ഭാഗ്യം തന്നിരിക്കുമ്പോൾ ഒരു കാര്യത്തിൽ നാം ഒരിക്കൽ പോലും അമാന്തം വിചാരിക്കരുത്. കർത്താവിനെ കൂടാതെയുള്ളൊരു ജീവിതം നമുക്കാർക്കും ഉണ്ടാകരുത്. അവസാനത്തെ നിമിഷം പറയാൻ കഴിയണം, ഞാൻ എന്റെ വിശ്വാസം കാത്തു. അങ്ങനെ പറയാനുള്ളൊരു നല്ല മനസ്സ്, അങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു നല്ല അന്ത്യം നമുക്കുണ്ടാക്കുവാൻ നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി എന്ന് പറയുന്നതിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് രാത്രി 4-5 കാര്യങ്ങൾ, വളരെ ലളിതമായ ചിന്തകൾ ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നു. ലോകത്തിൽ സ്നേഹിച്ച ആളുകൾ വിട്ടുപോയി, പക്ഷെ ഞാൻ എന്റെ വിശ്വാസം കാത്തു. അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു, ഞാൻ എന്റെ വിശ്വാസം കാത്തു. എന്റെ പ്രതിവാദത്തിൽ ആരും തുടങ്ങുന്നില്ല, എല്ലാവരും കൈവിട്ടു, പക്ഷെ ഞാൻ എന്റെ വിശ്വാസം കാത്തു. എന്റെ കൃപയെ ചോദ്യം ചെയ്തു, പക്ഷെ ഞാൻ വിശ്വാസം കാത്തു. പുതിയത് മേടിക്കാൻ പണമില്ലെങ്കിലും കാരാഗ്രഹത്തിൽ വളരെ സങ്കടത്തോടും വേദനയോടും കൂടെ കിടക്കേണ്ടി വന്നെങ്കിലും ഞാൻ എന്റെ വിശ്വാസം കാത്തു. ഇന്ന് രാത്രി ദൈവമക്കളാകുന്ന നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കർത്താവിന്റെ സന്നിധിയിൽ ധീരമായി പ്രഖ്യാപിക്കുവാൻ കഴിയുമെങ്കിൽ, വിശ്വാസം കാത്തു എന്ന് ധീരമായി പ്രഖ്യാപിക്കുവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ജീവിതത്തിന് ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. ഇന്ന് ഈ സന്ധ്യയിൽ ഞാൻ അതിനുവേണ്ടിയാണ് ദൈവമക്കളെ ആഹ്വാനം ചെയ്യുന്നത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിശയേറ്റ വിശ്വാസത്തെ കാത്തുകൊണ്ട് അവസാനത്തെ ശ്വാസം വരെ യേശുവിന് വേണ്ടി നിൽക്കുവാനും ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഇതെല്ലാം കഴിയും. നിത്യമായൊരു വീട് നമുക്കുണ്ട്. ആ പ്രതീക്ഷയിലും പ്രത്യാശയിലും കർത്താവിന്റെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ള പ്രാർത്ഥനയോടെ അവസരമൊരുക്കിയ ദൈവമക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.